പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ചക്കിൽ വർക്ക് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പൊ നമ്മള് സെറ്റ് ചെയ്യാൻ പോകുന്ന വർക്ക് പീസ് ഇതാണ്. ഇതൊരു ഈ ഒരു ഡയമീറ്റർ നമുക്ക് ചക്കിൽ സെറ്റ് ചെയ്യണം. ഇപ്പൊ ഇതൊരു ചെറിയ ഡയമീറ്റർ ആണ് ഇരുന്നത്. നമ്മൾ കണ്ടായിരുന്നു ഈ ഒരു ഡയമീറ്ററിനാണ് ഇവിടെ ഇരുന്നിരുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ പറയാം ഇതിന്റെ കയറി പോകാനുള്ള ഒരു ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. ഇതെങ്ങനെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു ഗ്യാപ്പ് പ്ലേ ഇല്ലാതെ വർക്ക് സെറ്റ് ചെയ്യാന്നുള്ളതാണ് ഈ വർക്കിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മള് ഇപ്പൊ ഇരിക്കുന്ന ഡയമീറ്റർ ഏകദേശം ഇതിന് സെയിം ആണോ എന്ന് ചോദിച്ചാൽ സെയിം ആണ്. ഞാനിപ്പോ അപ്രോക്സിമേറ്റ് ചുമ്മാ എല്ലാ ജോയും ബാക്കിലേക്ക് ഇറക്കിയതാണ്. നമ്മൾ ശരിക്കും നമ്മളുടെ കയ്യിൽ ഒതുങ്ങാൻ പറ്റുന്ന ഒരു വർക്ക് പീസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ഓൾറെഡി ഒരു സെന്റർ കാണിക്കും. ചക്കിനൊരു സെന്റർ ഉണ്ട്. നമ്മൾ ഏകദേശം ആ ഒരു സെന്ററിനെ ബേസ് ചെയ്ത് ഇങ്ങനെ നമ്മളൊന്ന് ഫോക്കസ് ചെയ്യാം. എന്നിട്ട് ഇതിന്റെ ഗ്യാപ്പ് ഒന്ന് നിങ്ങൾ നോക്കാം. ചക്കിന്റെ ഇപ്പൊ ഞാൻ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഗ്യാപ്പ് അധികം ഗ്യാപ്പ് ഇല്ല. കാരണം ഈ ഒരു ഡയമീറ്ററിനനുസരിച്ചിട്ട് ഏകദേശം, അതായത് ഇത് നമുക്ക് കയറ്റാനുള്ള ഒരു ഗ്യാപ്പ് നമുക്ക് ഇവിടെ മതി ശരിക്കും. ഇപ്പൊ ഇവിടെ ആവശ്യത്തിൽ കൂടുതൽ ഒരു ഗ്യാപ്പ് കാണാൻ പറ്റും. അപ്പൊ ഈ ഗ്യാപ്പ് നമ്മൾ കുറച്ച് മാക്സിമം ഇതിങ്ങനെ കയറ്റുമ്പോൾ 3 ജോയിലും ടച്ച് ചെയ്തില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ജോ സെറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമായിരിക്കും പ്രോപ്പർ ആയിട്ടുള്ള ഒരു, അതായത് ആക്സിഡൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതെ കൃത്യമായിട്ട് നമുക്ക് ജോ സെറ്റ് ചെയ്യാൻ സാധിക്കാം. ഇപ്പൊ ഞാനിപ്പോ ഇതൊന്ന് അഴിച്ച് സെറ്റ് ചെയ്യാൻ പോവാണ്. ഇതിലോട് മാക്സിമം നമുക്ക് അടുപ്പിച്ച് നിർത്തണം. ഇതിന്റെ ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു 10 mm ഗ്യാപ്പ് ആയിരിക്കും ഇപ്പം 2 ജോയും ടച്ച് ചെയ്തതിന് ശേഷമുള്ളത്. ഞാനൊരു ഈ ടീത്ത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പോകണം. നമുക്ക് ഇവിടെ കാണാം, ഓരോ ടീത്തുകൾ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഇങ്ങനെ ടീത്തുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന ടീത്തുകളാണ് നമ്മൾ ഇവിടെ നിന്ന് എണ്ണി നമ്മൾ എത്രയാണോ ഓരോ ജോയും കയറ്റി വെക്കുന്നത് അതനുസരിച്ചിട്ടുള്ള ടീത്തുകൾ എല്ലാ ജോയിലും അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ ഒരു ജോ ലൂസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു ജോ ഞാൻ ലൂസ് ചെയ്യാണ്, ഫ്രീ ആയിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനുശേഷം ഞാൻ ഈ ഒരു വർക്ക് ഏകദേശം ഇതിന്റെ ഒരു സെന്റർ കണക്കാക്കി ജസ്റ്റ് ഒന്ന് പിടിക്കാൻ ശ്രമിക്കാം. ജസ്റ്റ് ഒരു സെന്റർ ഏകദേശം എല്ലാത്തിനും ഈക്വൽ ആയിട്ട്. അതിനുശേഷം ഞാൻ ഈ ജോ ഇതിലേക്ക് അടുപ്പിച്ചു, ഏകദേശം മുട്ടി എന്നുള്ള രീതിയിൽ ജസ്റ്റ് ഈ ജോനെ അടുപ്പിച്ച് വർക്കിലേക്ക് മുട്ടിച്ചു. ഞാൻ ജസ്റ്റ് ഇത് ഒന്ന് ലോക്ക് ചെയ്യാണ്. ഇത് ലോക്ക് ചെയ്തതിനു ശേഷം നമ്മൾ ഇവിടുത്തെ ടീത്ത് നോക്കുക, അടുപ്പിച്ചു. ഈ ടീത്തിന്റെ എണ്ണം നോക്കുക. ഇവിടെ ഇപ്പൊ ടീത്ത് നമുക്ക് നോക്കിയാല് 1, 2, 3ാമത്തെ ടീത്താണ് ശരിക്കും. ഈ ഔട്ടറിൽ നിന്ന് നോക്കുവാണെങ്കിൽ 1, ഇത് 2, ഇത് 3ാമത്തെ ടീത്താണ് ഇവിടുന്ന് കയറി നിൽക്കുന്നത്. അപ്പൊ ഈ ജോയുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ 3 ടീത്താണ്. ഇതേപോലെ നമ്മൾ ഈ ടീത്തുകളെല്ലാം റീഅറേഞ്ച് ചെയ്യണം. നമ്മളിവിടെ ആ ടീത്ത് 3 കയറ്റി വയ്ക്കുകയാണ്. 1, 2, 3. ഓക്കെ, 3 ടീത്ത് നമ്മള് അകത്തോട്ട് വെച്ചു. ജസ്റ്റ് ടൈറ്റ് ചെയ്യാം. ഓക്കെ, അടുത്തത് അതുപോലെ തന്നെ 3ാമത്തെ ടീത്ത് നമ്മള് 1, 2, 3. ഇനി ഇതുപോലെ ടീത്ത് എണ്ണി കൺഫ്യൂഷൻ ആകും എന്നുള്ളവര് നമ്മളുടെ വെർനിയർ കാലിപ്പർ എടുക്കുക. അതിനകത്ത് ഡെപ്ത് ബാർ ഞാൻ അതും കൂടെ ജസ്റ്റ് കാണിച്ചു തരാം. ഈ വെർനിയർ കാലിപ്പർ എടുക്കുക, അതിന്റെ ഈ ഡെപ്ത് ബാർ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കുകയാണ്. ഈ നിൽക്കുന്ന ഡിസ്റ്റൻസ് ആണ് നമ്മള് ഡെപ്ത് ബാറിൽ ഇനി ഇവിടെ പോസ് ചെയ്ത് അത് പിടിച്ചോണ്ട് തന്നെ നമ്മൾ ഇത് ലോക്ക് ചെയ്യുക. നമ്മളെ ഇത് ലോക്ക് ചെയ്ത് ഓക്കെ, ഇപ്പൊ ലോക്കാക്കി. നമുക്ക് ഈ ഡിസ്റ്റൻസ് ആണ് ഇപ്പൊ കയറി നിൽക്കുന്നത്. ഇത് നമ്മൾ എല്ലാത്തിലും അത് തന്നെയാണോ എന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്യുക. ഇത് കറക്റ്റ് ആണ്. ഇത് കണ്ടോ, ഇവിടുത്തെ ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പൊ ഒരു ടീത്ത് ഞാൻ വെച്ചതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഇത് പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഗ്യാപ്പ് കാണാൻ സാധിക്കും. ഇത് ഇവിടെ ഇതുമായിട്ട് മുട്ടിയിട്ടില്ല കണ്ട. അപ്പൊ ഇത് നമുക്ക് കറക്റ്റ് ആക്കണം. ഈ ജോ മൂവ് ചെയ്യിക്കാൻ പോകണം. അപ്പൊ നമ്മൾ ഈ ജോയിൽ ഞാനിത് അഡ്ജസ്റ്റ് ചെയ്തു. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഗ്യാപ്പ് കാണാൻ സാധിക്കുന്നില്ല കണ്ട. ഓക്കെ, ഇവിടെ ഇത് മുട്ടിയാ നിൽക്കുന്നത്. ഇത് നമ്മൾ ടൈറ്റ് ചെയ്യാണ്. സർഫസ് ഗേജ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത് കറക്റ്റ് ആണോ എന്നൊന്നും കൂടെ ചെക്ക് ചെയ്യാം. നമ്മൾ ഇതിന്റെ സെന്ററിലത്തെ ടീത്ത് ഒന്ന് ജസ്റ്റ് അതിന്റെ പോയിന്റിൽ വെച്ചു. ഓക്കെ, നമുക്കൊന്ന് ജസ്റ്റ് കറക്കി നോക്കാം. ഓക്കെ, ഇതും കറക്റ്റ് ആണ് കേട്ടോ.
ഇതെല്ലാം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അവിടെ പോയിന്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, സോ ഇപ്പൊ ജോ എല്ലാം ഈക്വലി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു നമ്മള്. ഇനി നമുക്ക് ഇതിലേക്ക് വർക്ക് സെറ്റ് ചെയ്ത് നോക്കാം, എത്രത്തോളം ഗ്യാപ്പ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. നമുക്ക് വർക്ക് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് കാണാം, ഇതുണ്ടോ? ഈ ഒരു ഗ്യാപ്പാണ് ഈ 3 ജോയും തമ്മിൽ കോണ്ടാക്ട് ആയതിനു ശേഷമുള്ള ഒരു ഗ്യാപ്പ്. ഇത് ശരിക്കും നമ്മൾ ഒരു ടീത്തും കൂടെ, അതായത് നമ്മൾ ഇവിടെ നിന്ന് ഇപ്പൊ ഒരു ടീത്തും കൂടെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് കയറാതെ വരും. അപ്പൊ ഇത് മാക്സിമം ഇതിന് കിട്ടാൻ പറ്റുന്ന ഒരു ഡയ എന്ന് പറയുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് മാത്രമായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ കൂടുതൽ നമ്മൾ കയറ്റി വെച്ചാൽ വേണമെങ്കിൽ ഒരു ഡിസ്റ്റൻസ് കൂടെ നമുക്ക് അല്ലെങ്കിൽ ഒരു ടീത്തൂടെ കയറ്റി വെക്കാം, പക്ഷെ ഇത് കയറാൻ പാടായിരിക്കും. അപ്പൊ നമുക്ക് മാക്സിമം എവിടെയാണോ നമുക്ക് വർക്കിനോട് അടുപ്പിച്ച് ജോ സെറ്റ് ചെയ്യാൻ പറ്റുന്നത് അതാണ് ഇതിന്റെ എക്സാക്ട് സെറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ക്ലാമ്പ് ചെയ്ത് കാണിക്കാൻ മുമ്പ് ഒന്ന് ഫുള്ള് ടൈറ്റ് ചെയ്യട്ടെ. നമുക്ക് എമർജൻസി ഒന്ന് റിലീസ് ചെയ്യാം. ഓക്കെ, ഇവിടെ ഒരു പെഡൽ ഉണ്ട്. ഈ പെഡൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചക്ക് ക്ലാമ്പ് ചെയ്യാം, അതുപോലെ അൺക്ലാമ്പ് ചെയ്യാൻ നമുക്ക് ഈ പെഡൽ യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ വർക്ക് കൃത്യമായിട്ട് ക്ലാമ്പ് ആയിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത, നമ്മൾ ഇതുപോലെ കറക്റ്റ് ആയിട്ട് ക്ലാമ്പ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ ജോയ്ക്ക്, അതായത് നമ്മുടെ 3 ജോയ്ക്ക് മാക്സിമം കയറാൻ പറ്റുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇതാണ് നമ്മളുടെ ജോ ആയിട്ട് വർക്ക് ചെയ്യുന്നത്. ഇത് നമ്മൾ റിമൂവബിൾ ജോയ് ആണ്, അതായത് നമുക്ക് അഡ്ജസ്റ്റബിൾ ജോയ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇതാണ് ഇതിന്റെ പെർമനന്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിന് മാക്സിമം കയറാൻ പറ്റുന്ന ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഈ ഗ്യാപ്പ് കാണുമ്പോൾ അറിയാൻ സാധിക്കും. ഇത് ഞാൻ ഒന്നും കൂടെ റിലീസ് ചെയ്തിട്ട് ഇതിന്റെ മാക്സിമം മൂവ്മെന്റ് കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ഡിസ്റ്റൻസ് ആണ്, ഇത്രയും ഡിസ്റ്റൻസ് ആണ് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഓരോ മെഷീന്റെയും മാക്സിമം കപ്പാസിറ്റി എത്രയാന്നുള്ളത് ആ മെഷീനിൽ നോക്കാം. നമ്മുടെ മെഷീനിൽ ഇത് 7 mm ആണ്. ഇവിടുന്ന് മാക്സിമം ഈ ഡയമീറ്ററിന് സെക്കൻഡ് ഡയലിന് ഔട്ടർ ഡയലിൽ നിന്ന് അകത്തോട്ട് കയറാനുള്ള 7 mm ഡിസ്റ്റൻസ് ഇത് മൂവ് ചെയ്യുള്ളൂ. അപ്പൊ ഈ 7 mm നിൽക്കുന്ന രീതിയിൽ വേണം നമ്മളിവിടെ ജോ, അപ്പൊ ആ 7 mm ഡിസ്റ്റൻസ് ഗ്യാപ്പിൽ വേണം നമ്മൾ ജോ സെറ്റ് ചെയ്യാനായിട്ട്. അതായത് നമ്മൾ വർക്ക് വെക്കുമ്പോൾ 7 mm ഇത് മൂവ് ചെയ്യുക. അൺക്ലാമ്പിംഗ് പൊസിഷനിലാണ് നമ്മൾ ജോ സെറ്റ് ചെയ്യേണ്ടത്. ക്ലാമ്പിംഗ് പൊസിഷനിൽ സെറ്റ് ചെയ്താലുള്ള കുഴപ്പം, അടുത്ത സെറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ പെഡൽ പ്രസ് ചെയ്യുമ്പോൾ അത് അൺക്ലാമ്പേ ആവുള്ളൂ. അതുകൊണ്ട് ക്ലാമ്പിംഗ് പൊസിഷനിൽ നിർത്തരുത്, അൺക്ലാമ്പിംഗ് പൊസിഷനിൽ നിർത്തിക്കൊണ്ട് വേണം ജോ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ മാക്സിമം നമ്മൾ ജോ സെറ്റ് ചെയ്യുമ്പോൾ വർക്കിൽ അടുത്ത് നിൽക്കുന്ന രീതിയിൽ വേണം. അപ്പോഴാണ് ഇത് മാക്സിമം ഈ ഔട്ട് സൈഡിൽ നിന്നും അകത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലോസ് ആയി കിട്ടുള്ളൂ. മറിച്ച് നമ്മൾ ഇതുപോലെ മാക്സിമം ഇതിന്റെ ഏറ്റവും അറ്റത്ത്, അതായത് ഡയമീറ്റർ നമ്മൾ വെക്കുകയും ഇത് വന്ന് മുട്ടുന്നത് ഇതിന്റെ മാക്സിമം 7.5 mm ആണെങ്കിൽ ഇതിനകത്തുള്ള പ്രഷർ കുറവായിരിക്കും. അതുപോലെ തന്നെ ഇത് അകത്തേക്ക് ലോഡ് വരുമ്പോൾ, കട്ട് ചെയ്ത് വരുമ്പോൾ ലോഡ് വരുമ്പോൾ അകത്തോട്ട് തള്ളിപ്പോകാനുള്ള സാധ്യതയൊക്കെ കൂടുതലായിരിക്കും. ഇനി എന്തെങ്കിലും സാഹചര്യം വെച്ചാൽ ടൂളിന്റെ ടിപ്പ് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് തിരിച്ചു പോരാനും കറങ്ങി തിരിയാനുള്ള ഒരു സ്പേസ് കിട്ടും, ഇതിന് വിട്ടു പോരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് മാക്സിമം ജോ സെറ്റ് ചെയ്യുമ്പോൾ വർക്കിനോട് അടുത്ത ഡയമീറ്ററിൽ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ നമ്മളുടെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ താഴെ കൊടുക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു സോ മച്ച്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.